ഷുഗർ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാം ഇതൊരു ഹെൽത്തി റെസിപ്പി തന്നെയാണ്. ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു സൂപ്പ് കഴിക്കാം. അപ്പോൾ ആദ്യം തന്നെ 3 ടേബിൾ സ്പൂണോളം ചെറുപയർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ചെറുപയർ. അതേപോലെ ചെറുപയർ കഴിക്കുമ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കഴിക്കുവാണെങ്കിൽ വളരെ നല്ലതാണ്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും നമ്മൾ മുളപ്പിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ തലേ ദിവസം രാവിലെ തന്നെ അത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് വൈകുന്നേരം നമ്മൾ അതിലെ വെള്ളമെല്ലാം വാർത്തു വെക്കണം. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം ആയപ്പോഴേക്കും അത് നന്നായിട്ട് മുളച്ചിട്ടുണ്ടാകും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് ഒരു 4-5 ബീൻസ് അരിഞ്ഞതും പിന്നെ പകുതി ക്യാരറ്റ് അരിഞ്ഞതുമാണ്. ഇനി നമുക്ക് ഒരു കുക്കറിലേക്ക് നമ്മൾ നേരത്തെ മുളപ്പിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചെറുപയറും ഉലുവയും ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു ബീൻസും ക്യാരറ്റും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇത് നമ്മൾ ദിവസവും കഴിക്കാനാണെങ്കിലും ഒട്ടും തന്നെ മടുപ്പ് കൂടാത്ത ഒരു സൂപ്പ് തന്നെയാണിത്. ഒരു വിസിൽ വരുമ്പോൾ തന്നെ അത് വെന്തിട്ടുണ്ടാകും. ഇനി നമുക്ക് വേണ്ടത് 1.5 ടേബിൾ സ്പൂണോളം റാഗിപ്പൊടിയാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, അതായത് റാഗി നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. ഷുഗർ കൺട്രോൾ ചെയ്യാനും ദഹനം ശരിയാക്കാനും എല്ലാം വളരെ നല്ലതാണ് റാഗി കഴിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരുവമാകുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയറും പച്ചക്കറികളും എല്ലാം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. ഇത് നമുക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ടും കഴിക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം നമുക്കിത് വേവിച്ചെടുക്കാം. ചോറ് അതേപോലെ തന്നെ ചപ്പാത്തി ഒക്കെ കഴിക്കുന്നതിനേക്കാളും നമ്മൾ റാഗി കഴിക്കുമ്പോൾ ഗ്ലൂക്കോസ് നമ്മുടെ ബ്ലഡിലേക്ക് പതുക്കെയാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിശക്കാതെ കൂടുതൽ നേരം നമുക്ക് വയറ് നിറഞ്ഞിരിക്കുന്നതായിട്ട് തോന്നും. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർക്കാം. ഈ സൂപ്പിൽ ധാരാളം പ്രോട്ടീനും ഫൈബറും അതേപോലെ തന്നെ വൈറ്റമിൻസും കാർബോഹൈഡ്രേറ്റും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇതൊരു ബാലൻസ്ഡ് മീലാണെന്ന് നമുക്ക് പറയാം. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി തിക്കാകുന്നതാണ്. ഷുഗർ പേഷ്യൻസിനും ഇത് കഴിക്കുകയാണെങ്കിൽ ഒരു ആഴ്ച കൊണ്ട് തന്നെ നല്ലൊരു വ്യത്യാസം അറിയാനായിട്ട് പറ്റും. ഇത് കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്രമേഹം ഇല്ലാത്തവർക്കും ഇത് കഴിക്കാവുന്നതാണ്. വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ നല്ലതാണ്. ശരീരത്തിനും വയറിനും ഒക്കെ വളരെ ഗുണം ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. സോ താങ്ക് യു.